Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പത്തിരി ആട്ടോ. കട്ടിപ്പത്തിരി, എണ്ണ പത്തിരി എന്നൊക്കെ പറയും. അതാണ് കേട്ടോ. ഇതുപോലെ കുറച്ച് കനം കൂടിയിട്ടുള്ള ഒരു പത്തിരി. ഇത് എണ്ണയിൽ നമ്മൾ വറുത്തെടുക്കുന്നതാണ്. ഇതിന്റെ പുറം കുറച്ച് ക്രിസ്പി, ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അത് ഇരിക്കുന്തോറും ഇതിങ്ങനെ പുറം ക്രിസ്പിനെസ് ഒക്കെ പോകും കേട്ടോ. ഒന്ന് തണുത്തൊക്കെ വരും. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ നമുക്ക് ചായക്ക് കടിയായിട്ടും ഒക്കെ കഴിക്കാൻ നല്ലതാണ്. പിന്നെ ഇപ്പോൾ നോമ്പ് തുറയായിട്ടും ഇത് കഴിക്കാൻ നല്ലതാട്ടോ. ഇതുപോലെ ഇത് ചുമ്മാതെയും കഴിക്കാം, കറിയും കൂട്ടി കഴിക്കാനും നല്ലതാട്ടോ. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു പത്തിരി ആട്ടോ. ഇത് ഞങ്ങളുടെ എറണാകുളത്തൊക്കെ ഇത് ചായക്കടയിൽ ഇതുപോലെ മേടിക്കാൻ കിട്ടും. ഇതുപോലൊരു പത്തിരി കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. 1 കപ്പ് വറുത്ത അരിപ്പൊടി, 4 ചെറിയ ഉള്ളി, 1/4 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ കരിഞ്ജീരകം. ഇനി നമുക്ക് ഈ തേങ്ങയും ഉള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ്. ഉള്ളി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ക്രഷ് ചെയ്ത് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആട്ടോ പൊടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ആ അരിപ്പൊടി വാട്ടി കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പൊടിയിലേക്ക് വെള്ളം ഒഴിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് തെറ്റത്തില്ല. ഈ വെള്ളത്തിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ അല്ലെങ്കിൽ നെയ്യോ ചേർക്കാം കേട്ടോ. ഇതിലേക്ക് ഞാനിപ്പോൾ 1 ടീസ്പൂൺ എണ്ണയാട്ടോ ചേർത്തേക്കുന്നത്. അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ചിട്ടുണ്ട് കേട്ടോ. ഈ വെട്ടിത്തിളച്ചതിന് ശേഷം ഈ അരിപ്പൊടിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പൊടിയിലേക്ക് ആ തിളച്ച വെള്ളം ഒഴിക്കാം കേട്ടോ. അപ്പോൾ ആ ചൂട് പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഒഴിക്കണേ. എന്നാൽ മാത്രമേ നമ്മൾ കുഴക്കുന്നത് കറക്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അളവൊന്നും നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ല കേട്ടോ. അത് ഓരോ പൊടിക്കും ഓരോ അളവായിരിക്കും. നമ്മൾ കുഴച്ച് നോക്കുക. അപ്പോൾ ഇത് ഒരുപാട് ലൂസാക്കാൻ പാടില്ല. നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന പോലെ കേട്ടോ ഞാൻ കുഴച്ചെടുത്തേക്കുന്നത്. ഇനി ഇതിവിടെ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ നല്ല തിളച്ച വെള്ളമല്ല ഒഴിച്ചിരിക്കണം. അപ്പോൾ നല്ല ചൂടായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ കൈ കൊണ്ട് ഇതൊന്ന് നല്ലതായിട്ട് മയപ്പെടുത്തിയെടുക്കണം. അപ്പോൾ ഇപ്പോൾ നമുക്കിത് കൈ കൊണ്ട് തൊടാൻ പറ്റത്തില്ല. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ചൂടാറി കഴിഞ്ഞ ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് മയപ്പെടുത്തിയെടുക്കാം. ഈ മാവിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് കൈ കൊണ്ട് ഇപ്പോൾ പിടിക്കാൻ പറ്റുന്ന ഒരു പരുവമാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. മൈദയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മയപ്പെടുത്തിയെടുക്കാം. അപ്പോൾ മൈദ ഈ മാവിൻ്റെ അകത്ത് എല്ലായിടത്തും ചേരണം കേട്ടോ. അതുവരെ ഇതുപോലെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴക്കുന്ന പോലെ തന്നെ കേട്ടോ. ഇതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന തേങ്ങയും ചെറിയുള്ളിയും ചേർക്കാം. ഇത് കുഴച്ച് കൊടുക്കുക. തേങ്ങ ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 1/4 കപ്പ് തന്നെ ചേർത്തേച്ചാൽ മതി കേട്ടോ. നമ്മൾ ആ ഉള്ളി ചതച്ച് ചേർത്തേക്കുന്നതുകൊണ്ട് നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഞാൻ ഒരുപാട് ഭയങ്കര പേസ്റ്റ് പോലെ ഒന്നും അരച്ചെടുക്കണ്ട. അപ്പോൾ അതിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങും. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ജീരകം കേട്ടോ. കരിഞ്ജീരകം ഉണ്ടെങ്കിൽ മാത്രം ചേർത്തേച്ചാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ സാധാ ജീരകം മാത്രം ചേർത്താൽ മതി. എന്നിട്ട് മറ്റേ എള്ള് ചേർത്താൽ മതി. എള്ള് ചേർത്താലും ഇതുപോലെ ഇങ്ങനെ നമുക്ക് കറുപ്പളർ കിട്ടും കേട്ടോ. വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എള്ളും ചേർക്കാം. അപ്പോൾ ഞാനിതിൽ കുറച്ച് എള്ളും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതൊരു 1/4 ടീസ്പൂൺ തന്നെ എടുത്തേക്കുന്നത്. അതും കൂടി ചേർക്കാം. അപ്പോൾ ഞാനിവിടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുഴിഞ്ഞു പോകും. ആ ഒരു പരുവത്തിലായിട്ട് ഇരിക്കുന്നത്. പിന്നെ ഇത് വെച്ചേക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളി ചേർത്തിട്ടുണ്ടല്ലോ, ഉള്ളിയും തേങ്ങയൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ തുടങ്ങും. അപ്പോൾ ഞാനിത് കയ്യിൽ വെച്ച് തന്നെ പരത്തിയാട്ടോ എടുക്കുന്നത്. ഇനി ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചൂടാക്കാൻ വെക്കുക കേട്ടോ. വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിലും ആകാം കേട്ടോ. അപ്പോൾ അത് ചൂടാക്കാൻ വെക്കുക. ഇനി ഈ മാവ് ഒന്ന് നമുക്ക് പരത്തിയെടുക്കണം. പരത്താൻ വേണ്ടിയിട്ട് ഞാൻ കയ്യിൽ വെച്ചിട്ടാട്ടോ പരത്തുന്നത്. അപ്പോൾ പരത്തുമ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കാം.
ചപ്പാത്തി മാവിൻ്റെ വലിപ്പത്തിൽ കുറച്ച് മാവ് എടുക്കാം. അതിങ്ങനെ ബോളാക്കിയതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് കനം വേണം കേട്ടോ. ഇനി കയ്യിൽ വെച്ച് ആക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചപ്പാത്തി മാവ് പരത്തുന്ന പോലെ പരത്തിയതിന് ശേഷം എന്തെങ്കിലും ഒരു കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. എന്തെങ്കിലും പാത്രമോ അല്ലെങ്കിൽ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ കനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കനം കേട്ടോ. ഈ ഒരു കനത്തിലാണ് ഞാൻ ആക്കിയെടുത്തേക്കുന്നത്. ഇനി ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇടാം. ഇത് എണ്ണയിലേക്ക് ഇടുമ്പോൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ ഇടാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, ഇതിൻ്റെ അകത്തേക്ക് ഇച്ചിരി മാവ് ഇട്ട് നോക്കാം. ഓക്കെ, എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ പത്തിരി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. ഇത് ഇച്ചിരി കനമുള്ളത് കൊണ്ട് കുറച്ച് സാവധാനം കിടന്നു വേണം ഇത് മൊരിഞ്ഞ് വരാനായിട്ട്. ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഒരു ചെറിയ ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെയാട്ടോ. ഇതുപോലെ നമുക്ക് എല്ലാം വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പത്തിരി റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പം അത്രയും മാവ് വെച്ചിട്ട് 8 പത്തിരിയാട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് പരത്താൻ വേണ്ടിയിട്ട് ചപ്പാത്തി പലകൊന്നും വേണ്ട, കയ്യിൽ വെച്ച് പരത്തിയെടുത്ത് വെച്ചാൽ മതി. എളുപ്പമല്ലേ അങ്ങനെ പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പുറം നോക്കി കുറച്ച് നല്ല ക്രിസ്പിയാണ്, അതുപോലെ ഉള്ളു നല്ല സോഫ്റ്റും ആട്ടോ. അപ്പോൾ ഇത് ഇരിക്കും തോറും അത് തണുത്ത് പോകും. ഇപ്പോൾ ചൂടോടെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം. ആറിക്കഴിയുമ്പോൾ ഇതിൻ്റെ പുറം ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കത്തൊന്നുമില്ല. ഇത് നമുക്ക് ചുമ്മാതെയും കഴിക്കാം. എന്തെങ്കിലും ചിക്കൻ കറിയോ മുട്ടക്കറിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതാട്ടോ അതിൻ്റെ ഉള്ളിലത്തെ ടെക്സ്ചർ ഉണ്ടോ. ഉള്ളിൽ നല്ല സോഫ്റ്റാണ്, പക്ഷേ നല്ലതായിട്ട് വെന്തിട്ടുമുണ്ട്. പുറമേ നല്ല ക്രിസ്പി ആയിട്ട്. ഞാനിതൊന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ആ കരിഞ്ജീരകം ചേർക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടെക്സ്ചർ വരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കരിഞ്ജീരകം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ സാധാ ജീരകം ചേർത്താലും മതി. ചില ആൾക്കാരൊക്കെ അതിൻ്റെ അകത്ത് പെരിഞ്ജീരകം ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഏത് ടേസ്റ്റാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ നോമ്പുതുറ സമയത്ത് ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്നും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. എന്നാൽ മാത്രമല്ലേ എനിക്കറിയുള്ളൂ ഞാൻ ചെയ്ത വീഡിയോൻ്റെ മിസ്റ്റേക്ക് എന്താണെന്നുള്ളത്. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.